നമസ്കാരം. ഹമാസ് തീവ്രവാദികൾക്ക് അന്ത്യശാസനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത മാസം താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഭയാനകമായിരിക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സകല ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടിയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ട്രംപ് തുറന്നടിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള സൈനികനായ ഒമർ മാക്സിൻ ന്യൂട്രയുടെ മരണവാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത്. ന്യൂട്ര നേരത്തെ ഹമാസ് തടവിലായിരുന്നു എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത അനുസരിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണത്തിൻ്റെ അന്ന് തന്നെ ഇദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത. അതുകൊണ്ട് തന്നെ ഹമാസ് തടവിന് എത്ര ബന്ദികളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കാരണം ഇവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ പലരും പിൽക്കാലത്ത് കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച തെളിവുകളും പുറത്തു വന്നിരുന്നു. ഇതുതന്നെയായിരിക്കാം ഒരുപക്ഷെ ട്രംപിനെ ഇത്രയും ശക്തമായൊരു മുന്നറിയിപ്പ് നൽകാൻ പ്രകോപന കാരണമായത് എന്നാണ് കരുതപ്പെടുന്നത്. 2 ദിവസം മുമ്പ് ഹമാസ് ഭീകരർ തങ്ങളുടെ തടവിൽ കഴിയുന്ന ഇസ്രായേലി ബന്ദികളുടെ അതിദയനീയമായ അവസ്ഥ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ ദൃശ്യങ്ങളിൽ അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള ബന്ദിയായ ഏദൻ അലക്സാണ്ടർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഉണ്ടായിരുന്നു. 2 കൈകളും കൂപ്പിക്കൊണ്ടാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏദൻ ഇക്കാര്യം ഉന്നയിക്കുന്നത്. 420 ദിവസമായി ഹമാസിൻ്റെ തടവിൽ കഴിയുകയാണ് ഇയാൾ. ലെബനനിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലിക വിരാമമിട്ട് 60 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന് അമേരിക്ക തന്നെ മുൻകൈയെടുത്തിരുന്നു. എന്നാൽ ഗാസയിൽ ഇപ്പോഴും ഇസ്രായേലും ഹമാസ് ഭീകരരും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. ഗാസയിലെ ഇസ്രായേൽ ബന്ദികളെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു. എന്നാൽ ആരും ഇവരെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നടപടി ഇനിയും കൈക്കൊണ്ടിട്ടില്ല എന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. തടവറകളിൽ ബന്ദികൾ അതിക്രൂരമായിട്ടാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്നും യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വം അവരോട് ഭീകരർ കാട്ടുന്നില്ലെന്നും നിയുക്ത പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. അടുത്ത വർഷം ജനുവരി 20 താൻ പ്രസിഡന്റാകുന്ന സമയത്തിന് മുമ്പ് ബന്ദികളുടെ മോചനം സാധ്യമായില്ലെങ്കിൽ ഭീകരരെ കാത്തിരിക്കുന്നത് നരകതുല്യമായ അവസ്ഥയായിരിക്കും എന്നാണ് ട്രംപ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാകും അവർക്ക് നൽകുക എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ട്രംപ് ഹമാസ് ഉൾപ്പെടെയുള്ള ഒരു സംഘടനയുടെയും പേര് ചൂണ്ടിക്കാട്ടിയല്ല ഈ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി 251 പേരെയാണ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയത്. ഇവരിൽ 60ഓളം പേർ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശമാണുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ അങ്കോളയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അവസാനത്തെ ഔദ്യോഗിക സന്ദർശനമാണ് അദ്ദേഹം അങ്കോളയിലേക്ക് നടത്തുന്നത്. അമേരിക്കൻ സർക്കാർ ഇപ്പോഴും ബന്ദികളുടെ മോചനം സംബന്ധിച്ച ചർച്ചകളിൽ പക്ഷേ സജീവമാണ്. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജെയ്ക്ക് സള്ളിവൻ പറയുന്നത് ചർച്ചകൾ ഇനിയും എങ്ങും എത്തിയിട്ടില്ല എന്നാണ്. പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപ് ഇത്തരത്തിൽ ശക്തമായ ഇടപെടൽ തന്നെയാണ് നടത്തുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം താൻ പ്രസിഡന്റായാൽ അവസാനിപ്പിക്കുമെന്നും നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി തനിക്ക് 24 മണിക്കൂർ സമയം മാത്രം മതി എന്നാണ് ട്രംപ് അന്ന് പറഞ്ഞത്. ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും അടിയന്തരമായി അവരെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് തന്നെ ഉണ്ട്. ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം ഒരുപക്ഷെ ഹമാസിനെ നേരിടുന്ന കാര്യത്തിൽ അമേരിക്കൻ സൈന്യം ഗാസയിൽ നേരിട്ട് ഇടപെടുമോ എന്ന സംശയം ബാക്കിയാക്കുകയാണ്. ജോ ബൈഡൻ ഭരണകൂടം ഇസ്രായേൽ ഇപ്പോൾ ധാരാളം ആയുധങ്ങൾ നൽകുന്നുണ്ട്. നേരത്തെ അതിപ്രേര ശേഷിയുള്ള ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് നൽകാൻ തന്നെ ധാരണയായിരുന്നു. അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ വില വരുന്ന ആയുധങ്ങളാണ് ഇസ്രായേൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അവർക്ക് ഹമാസ് പോലുള്ള ഒരു തീവ്രവാദ സംഘടനയെ നേടാൻ ശരിക്കും ഇത്രയും സൈനിക ശക്തിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് പൊതുവെ കരുതപ്പെടുന്നത്. എങ്കിലും ഇവർ എപ്പോഴും ഒളിവ് ജീവിതം നയിക്കുകയും ഒളിവിലിരുന്നുകൊണ്ട് ആക്രമണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഇസ്രായേലിനെ പലപ്പോഴും കുഴയ്ക്കുന്ന ഒരു വിഷയമായിരുന്നു. ഏതായാലും ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും 60 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന് തീരുമാനമാവുകയും ചെയ്തതോടുകൂടി ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഹിസ്ബുള്ളയെ നേരിടാൻ നിയുക്തമായിരുന്ന സൈനിക വിഭാഗങ്ങളെല്ലാം തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹമാസിനെതിരായ ആക്രമണം ശക്തമാക്കാനായിരിക്കും ഇനി ഇസ്രായേൽ തയ്യാറാകുക. മാത്രമല്ല പ്രധാനമായും ഈ ബന്ദികളുടെ മോചനം തന്നെയാണ് ഇപ്പോഴും ഇസ്രായേലിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കീറാമുട്ടി. അത് എത്രയും വേഗം സാധ്യമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപും ആവശ്യപ്പെട്ടിരിക്കുന്നത്.